ഈ കാണുന്ന ഹൈ ബീമിന്റെ ശരിക്കുള്ള ഉപയോഗം എന്താണ്? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിപ്പോ കണ്ട ഈ ഒരു ഹൈ ബീം ശരിക്കും അതിന്റെ ഒരു യൂസ് എന്താണ്, അല്ലെങ്കിൽ അത് എന്തൊക്കെ പർപ്പസിനാണ് നമ്മൾ ഹൈ ബീം യൂസ് ചെയ്യുന്നത്? പലരും വിചാരിച്ചിരിക്കുന്നത് ഹൈ ബീം യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത സമയത്ത് നല്ല ഹൈ ഒക്കെ ഇട്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടൊക്കെ ആക്കി പോവാന്നുള്ളതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പർപ്പസ് അത് തന്നെയാണോ? അതായത് ഒരു ഹൈ ബീം യൂസ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ളവന് പണി കൊടുക്കാം എന്നുള്ളത് മാത്രമാണോ? ഒരിക്കലുമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഹൈ ബീമിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മെയിൻ കാര്യം നമുക്കറിയാവുന്ന പോലെ ഇരുട്ടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഹൈ ബീം ഇട്ട് പോയി കഴിഞ്ഞാൽ, അതായത് എതിർവശത്ത് നിന്ന് വാഹനം വരാത്ത സമയത്ത് നമുക്ക് വഴി കാണാനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് കാര്യം, നമ്മൾ ഒരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. അതായത് രാത്രി സമയത്ത് നമ്മൾ ഒരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാതെ, ഇപ്പൊ രാത്രിയാണ് പകലാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒരു വാഹനത്തിന്, നമ്മുടെ ഫ്രണ്ടിലുള്ള വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാണ്, അവർ സ്ലോയിലാണ് പോകുന്നത്, നമുക്ക് അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കണം നമ്മൾ കയറി പോകുന്നു. ഒന്ന് പാസ് ബൈ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗ്ലാസ്സിൽ ഈ ലൈറ്റ് അടിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തോ നമ്മളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നേരം അവരൊന്ന് ശ്രദ്ധിക്കും, സൈഡിലോട്ടൊന്ന് ഒതുക്കും, അന്നേരം നമുക്ക് കയറി പോവാം. അതും ഒരു ഫംഗ്ഷനാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എതിർവശത്ത് നിന്ന് ഒരു വാഹനം ഹൈ ബീം ഇട്ടുകൊണ്ട് വരികയാണ്. അതായത് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വരുന്ന സമയത്ത് നമുക്കൊരു പാസ് ബൈ അടിച്ച്, അല്ലെങ്കിൽ രണ്ടു വട്ടെങ്കിലും പാസ് ബൈ അടിക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, കണ്ണിലോട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഹൈ ബീമിലാണോ ഓടുന്നത്, ഓഫ് ചെയ്യണം എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം, നമ്മളൊരു ട്രാക്കിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് റൈറ്റിലോട്ട് തിരിയണം, പക്ഷെ നമുക്ക് ഇച്ചിരി അർജന്റ് ആണ്, അല്ലെങ്കിൽ എമർജൻസി കേസ് ആണ്, നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വാഹനത്തിന് പാസ് ബൈ ഒരു 3-4 പ്രാവശ്യം അടിക്കുമ്പോൾ ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സിലാകും ഇവർക്ക് എന്തോ അത്യാവശ്യമുണ്ട്, അവൻ ബ്രേക്ക് ചവിട്ടും, നമുക്ക് റൈറ്റിലോട്ട് കയറാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിലെ റോഡിൽ കൂടെ വരികയാണ്, റൈറ്റിലോട്ട് കയറണം, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനം വരികയാണ്, പാസ് ബൈ ഒരു 2-3 തവണ കാണിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും നമുക്ക് എന്തോ എമർജൻസി ഉണ്ട്, അവരൊന്ന് സ്റ്റോപ്പ് ചെയ്യും, നമുക്ക് കയറി പോകാൻ സാധിക്കും. ഇനി നാലാമത്തെ പോയിന്റ്, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു റോങ് സൈഡ് കയറേണ്ടി വന്നു, അല്ലെങ്കിൽ റോങ് സൈഡിൽ കൂടെ പോവാണ്, ഒന്ന് ഹൈ ബീം അല്ലെങ്കിൽ പാസ് ബൈ അടിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്തോ എമർജൻസി സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഹസാർഡും കൂടി ഇടുകയാണെന്നുണ്ട്. ഹസാർഡ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പർപ്പസിന് യൂസ് ചെയ്യേണ്ടതല്ല, പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാനുള്ളതെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്തെങ്കിലും രീതിക്ക് നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റോഡ് അല്ല, ഒരു വൺ വേ കൂടെ ഒക്കെയാണ് കയറി പോകുന്നതെങ്കിൽ, അത് എമർജൻസി സിറ്റുവേഷൻ, ഞാൻ ഈ പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. നമ്മുടെ വാഹനം ഓവർടേക്ക് ചെയ്ത് കയറുകയാണ്, ഞാൻ പറഞ്ഞായിരുന്ന ഒരു വാഹനത്തിന്റെ ബാക്കിൽ നമ്മളൊരു പാസ് ബൈ അടിക്കുന്ന സമയത്ത് അവർ ചെറുതായിട്ടൊന്ന് ഒതുങ്ങി തരും, അന്നേരം നമുക്ക് കയറി പോകാം. പക്ഷെ അന്നേരം കയറി പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ നിന്നും, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനം അത്യാവശ്യം സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പാസ് ബൈ അടിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കണം നമ്മൾ കയറി വരുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ കയറി വരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടും ഈ ലൈറ്റ് ഹെൽപ്ഫുൾ ആണ്. അങ്ങനെ കയറി വരുന്ന സമയത്ത് അവർക്കും ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്യാൻ സാധിക്കും, ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കയറി പോകാനും പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ഹൈ ബീം ഫംഗ്ഷൻസ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ കൂടുതൽ, അല്ലെങ്കിൽ ഞാൻ ഇതിൽ വിട്ടുപോയ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ കമന്റ് ബോക്സിൽ കൊണ്ടൊന്ന് കമന്റ് ചെയ്യുക.